നമസ്കാരം, ബേസിലാണ്. അങ്ങനെ ക്ലിനിക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് പോകുന്നു. 2, 3 മാസമൊക്കെ നമുക്ക് നല്ല കസ്റ്റമർ ഉണ്ട്. നമുക്ക് ഈ പറഞ്ഞ പോലെ എൻക്വയറി വരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ആൽപ്പാറ ഒരു ജൂണി വൈദ്യൻ എന്ന് പറഞ്ഞിട്ടൊരു പുള്ളി ഇരിക്കുന്നുണ്ട്. അത് ഭയങ്കര സീനിയർ ആളാണ്, ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആണ്. അപ്പോൾ ആ പുള്ളിയുടെ അടുത്ത് വരെ വന്ന ഒരു പേഷ്യൻറ്റിനെ അവിടെ മാരാക്കി ഒരു ചെറുക്കൻ്റെ ഒരു ക്ലിനിക്ക് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ അവിടെ ഒന്ന് പൊക്കോ, ചിലപ്പോൾ അവനെ ചിലപ്പോൾ ഇത് റിക്കവറി ആക്കി തരാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് കൊഴിഞ്ഞാമ്പാറ എന്നൊക്കെ ഒരു ടീം എൻ്റെ അടുത്ത് വന്നിട്ട് പാലക്കാട് നിന്ന്. അപ്പോൾ അത്രയ്ക്ക് നമ്മുടെ ഇത് പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു കഴിവോ കാര്യങ്ങളൊന്നുമല്ല. ആൾക്കാർ വരുമ്പോൾ തന്നെ ഒരു പേഷ്യൻ്റായിട്ടോ കാര്യങ്ങളായിട്ട് ഇപ്പോൾ വെരിക്കോസ് വെയിനുള്ള ആൾക്കാർ, പൈൽസ് ഉള്ള ആൾക്കാർ, അങ്ങനെ കണ്ടമാനം ആൾക്കാർ നമ്മളവിടെ വന്നിട്ട് നമുക്ക് നല്ല റിക്കവറി ആക്കി എടുത്തു കൊടുക്കാൻ പറ്റുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലഡ് സർക്കുലേറ്ററി മെഷീൻ, പിന്നെ നമ്മുടെ പെരുമാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൂടെ ഉണ്ട്. നമ്മളീ പറയുന്നില്ല, നമുക്ക് ഫുൾ സപ്പോർട്ട് ഉണ്ട്. ഈ അസുഖങ്ങളൊക്കെ വരുമ്പോൾ അവർ മാനസികമായിട്ടും ഒന്ന് ഡൗൺ ആകും. അപ്പോൾ നമ്മളവർക്ക് നന്നായിട്ട് നമ്മളൊരു ഇതൊക്കെ സിമ്പിളാണ്, ഇതൊക്കെ മാറും എന്നുള്ളൊരു കോൺഫിഡൻറ്റ്. അതുപോലെ നമ്മൾ അവിടെ വയസ്സായ 2-3 പേരൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ഇതിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അവർ ഈ പറഞ്ഞ പോലെ നടന്നു വരാൻ പറ്റാണ്ട് ഈ പറഞ്ഞ പോലെ ഞാൻ അവരുടെ വീട്ടിലൊക്കെ പോയിട്ട് ഇവിടെ തിരക്കില്ലാത്ത സമയത്ത് ഈ മെഷീൻ എടുത്തിട്ട് അവർ വീട്ടിലൊക്കെ പോയിട്ട് ഞാൻ ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു 10, 60, 70 വയസ്സായ ആൾക്കാരായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ നമ്മുടെ അടുത്തൊരു പ്രത്യേക ഒരു കൊച്ചുമോൻ അല്ലെങ്കിൽ ആ ഒരു റേഞ്ചൊക്കെ ഉള്ളു നമ്മൾ. എന്നിട്ട് ഈ പറഞ്ഞ പോലെ അവർക്കൊക്കെ നമ്മുടെ അടുത്ത് പെരുമാറ്റം പോലെ ഇപ്പോൾ നമ്മളിപ്പോൾ അവരുടെ കാലിലൊക്കെ തൊടുമ്പോഴാണെന്നിട്ട് പോലും അവർക്കൊക്കെ ഒരു പ്രത്യേക മീൻസ് അവരെന്നോട് പറഞ്ഞിട്ടുള്ള മോനെ, ഇപ്പോൾ ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും മോനെ നീ നിൻ്റെ കൈ കൊണ്ട് എൻ്റെ കാലിലൊക്കെ ഒന്ന് തൊടുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ കയ്യിലൊന്ന് തിരുമ്മുമ്പോൾ എനിക്ക് എന്തോ ഭയങ്കര ആശ്വാസം എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് പറയും. കാരണം അപ്പോൾ അതാണെന്ന് മറ്റേ ആൾക്കാരുടെ അസുഖം റിക്കവർ ആവുന്നതിലും മീൻസ് അവർക്ക് ഒരു ഫീൽ ചെയ്യുന്ന അവരുടെ മനസ്സിൽ നമ്മൾ നല്ല കെയറിങ് കൊടുക്കുമ്പോഴാണ്. അങ്ങനെ ഇതൊക്കെ മുന്നോട്ട് പോയി 3-4 മാസം. അപ്പം ഈ പറഞ്ഞ നമ്മുടെ ക്ലിനിക്കിൻ്റെ ഫ്രണ്ടിൽ ഇതേപോലെ പെൺപിള്ളേരൊക്കെ വന്ന് ബസ് കയറാനും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഭയങ്കര ഡീസൻ്റാണ്. ഡീസൻ്റ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമുക്ക് ആ പെൺപിള്ളേർ നോക്കണം, നമ്മുടെ പ്രായത്തിൻ്റെ ഇതാണല്ലോ, വായ നോക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് പേടിയാണ്. കാരണം നമ്മളവിടെ വായ നോക്കുമ്പോൾ ചിലപ്പോൾ ഈ പിള്ളേരുടെ അമ്മമാരൊക്കെ നമ്മുടെ ക്ലിനിക്കിൽ വരുന്നുണ്ടാവും. അപ്പം നമുക്ക് എല്ലാവരുടെ അടുത്തും നമ്മളിങ്ങനെ കാണുമ്പോൾ നമ്മളീ പറയുന്ന കല്യാണത്തിന് ഇങ്ങനെ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യണ പോലെ എല്ലാവരും കാണുമ്പോഴും ഇങ്ങനെ ചിരിച്ച് നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ. അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് അന്നേരം എനിക്ക് ഹീറോ ഹോണ്ടയുടെ ഗ്ലാമർ ബൈക്ക് ഉണ്ട്, ഈ ഷെവർലെറ്റിൻ്റെ സ്പാർക്ക് ഉണ്ട്, പിന്നെ പിക്കപ്പ് ഉണ്ട്, 3 വണ്ടി ഉണ്ട് അന്നേരം. ഈ ക്ലിനിക്കും ഉണ്ട്. അപ്പോൾ ഞാനപ്പോൾ ഇങ്ങനെ എൻ്റെ വീട് ജെയ്സൺചാൻ്റെ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കനാല് ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ താഴത്തായിട്ട് ചെറിയൊരു കനാല് പോകുന്നുണ്ട്. ഈ കനാലിൻ്റെ മുകളിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഈ റോട്ടിട്ട് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ കുത്തനെയുള്ളൊരു ഇറക്കമാണ്. അപ്പം ഞാനപ്പോൾ എന്തെങ്കിലും നമ്മുടെ മാരാക്കയിലേക്കോ റേഷൻ കടയിലേക്കോ പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ കനാലിൻ്റെ സൈഡിൽ കൂടെ ഒരു വരമ്പ് പോലത്തെ ചെറിയൊരു വഴിയുണ്ട്, അതിൽ കൂടെയാണ് ഞാനീ പോകുന്നത്. അപ്പം ഞാനിതേപോലെ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്. കൂട്ടുകാരൻ്റെ പേര് ഒന്നും പറയുന്നില്ല. കൂട്ടുകാരൻ എന്ന് പറഞ്ഞാൽ എൻ്റെ കൂട്ടുകാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ ചെറിയ പിള്ളേരാണ്. കാരണം വലിയ പിള്ളേരായിട്ട് കമ്പനി കൂടിക്കഴിഞ്ഞാൽ പൈസ ചിലവാണ്, കള്ളുകുടി ആവും, പിന്നെ അങ്ങനത്തെ ദുശീലങ്ങളാവും. അപ്പം ഞാനപ്പോൾ എന്ത് ചെയ്യും, കുഞ്ഞു പിള്ളേരും അതുപോലെ വയസ്സായ ആൾക്കാരുമാണ് എൻ്റെ കൂട്ടുകാർ. ഞാനങ്ങനെ ഇപ്പോൾ ഇവനും എൻ്റെ ബൈക്കിൻ്റെ പിന്നാലെയുണ്ട്. ഞാനിങ്ങനെ കനാലും പുറത്തായിട്ട് ഇങ്ങനെ പോവുകയാണ്. ബൈക്കിൽ പോകുന്ന സമയത്ത് അവൻ്റെ കൂട്ടുകാരൻ, അതായത് എൻ്റെ കൂട്ടുകാരൻ എന്ന് പറഞ്ഞാൽ അന്ന് അവന് 12-11 വയസ്സുള്ളൂ, 10 വയസ്സ് 11 വയസ്സുള്ളൂ. എനിക്ക് ഈ പറഞ്ഞ പോലെ 19 വയസ്സും. അപ്പോൾ അവൻ്റെ ആ പ്രായത്തിലുള്ള ഒരു കൂട്ടുകാരൻ ഈ കനാലിൽ ഞങ്ങളുടെ വണ്ടി വരുന്നത് കണ്ട വഴിക്ക് അവൻ താഴ്ത്തുനിന്ന് ഓടിക്കയറി വരികയാണ്. ചേട്ടായി ഒന്ന് നിർത്തിയേ എന്നിട്ട് അവനോട് സംസാരിച്ചിട്ട് ഇവൻ എന്നോട് പറയുകയാണ്, ചേട്ടായിക്ക് ലൈനൊക്കെ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് അങ്ങനെ ലൈനും കാര്യങ്ങളൊന്നുമില്ല മോനെ, എന്നോട് ചോദിച്ചതെന്ന് ചോദിച്ചു. ഇല്ല ചേട്ടായി, എൻ്റെ ചേച്ചിയുടെ ചേച്ചി എന്നോട് ചോദിക്കാൻ പറഞ്ഞതാണ്. കാരണം ചേച്ചിയുടെ കൂട്ടുകാരിക്ക് ചേട്ടായിനെ ഭയങ്കര ഇഷ്ടമാണ്, അങ്ങനെ ഇങ്ങനെ. അപ്പോൾ നമ്മൾ ആദ്യത്തെ സംഭവമാണ് കേട്ടോ, നമുക്കിങ്ങനെ ഒരാൾ നമ്മുടെ അടുത്ത് ഇഷ്ടമാണെന്ന് പറയും. നമ്മുടെ ഫാമിലിയിൽ പപ്പയുടെ അവസ്ഥ ചെയ്ത് മമ്മിയുടെ ഈ പറഞ്ഞ പോലെ നമ്മൾ വീടിന് വേണ്ടിയിട്ട് ഓടുകയാണ്, നമുക്ക് വേറെ ചിന്തകളൊന്നുമില്ല. പക്ഷേ നമുക്കത് കേട്ടപ്പോൾ ഒരു ചെറിയ എക്സൈറ്റ്മെൻറ്റ്, ആരാണ് നമ്മുടെ പ്രായവും നോക്കണമല്ലോ, അപ്പോൾ ആരാണിത് എന്നെ ഇഷ്ടമാണെന്ന് പറയാൻ കാരണം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇവനോട് ചോദിച്ചപ്പോൾ ഇവന് ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയില്ല. ഞാൻ പറഞ്ഞു, നിൻ്റെ ചേച്ചീനെ വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ ഇവൻ എന്നിട്ട് വീട്ടിലേക്ക് ഓടിയിട്ട് തൊട്ട് താഴെ കനാലിൻ്റെ താഴെയാണ് ഇവരുടെ വീട്. ഇപ്പം വീട്ടിലേക്ക് ഓടിയിട്ട് ചേച്ചീനെ വിളിച്ചിട്ട് വന്നു. ചേച്ചി എന്ന് പറഞ്ഞാൽ ഇവനെന്താ കസിൻ ബ്രദർ എങ്ങാണ്ടാണ്. അവിടെ ചെന്ന് ചേച്ചി എന്ന് പറഞ്ഞാൽ അന്ന് +2 എങ്ങാണ്ട് പഠിക്കാറുണ്ട് അവൾ. അവിടെ ചെന്ന് അവളുടെ കയ്യിൽ പിടിച്ച് വീടിൻ്റെ പുറത്തേക്ക് വരെ വലിച്ചിറക്കി കൊണ്ടുവന്നു. അത് കഴിഞ്ഞിട്ട് ചേച്ചി വായോ അപ്പോൾ അവൾ പറഞ്ഞു ഇല്ലില്ല വരില്ല. അത് കഴിഞ്ഞപ്പോൾ ഇവൻ കൊണ്ടുവന്നതിന് ശേഷം അപ്പോൾ അവൾ പിന്നെ വീടിന് മുറ്റത്തിറങ്ങിയപ്പോൾ അവൾ പിന്നെ കൂളായിട്ട് കയറി വന്നു. അപ്പോൾ എന്നിട്ട് വന്നിട്ട് എന്നോട് ചോദിച്ചു,
ചേട്ടായിക്ക് വല്ല ലൈനൊക്കെ ഉണ്ട് ചേട്ടാ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് എൻ്റെ പൊന്നു മോളെ, ഞാൻ ആദ്യമായിട്ടാട്ടോ ആ പെണ്ണിനെ കാണുന്നത്. ആദ്യമായിട്ടാണ് ഞാൻ ആ പെണ്ണ് അന്നേരം കാണുന്നത്. ചേട്ടാ എനിക്കങ്ങനെ ലൈൻ അടിക്കാനോ എനിക്ക് അങ്ങനത്തെ ചിന്തയൊന്നും അല്ല എൻ്റെ മോളെ. കാരണം എനിക്ക് എൻ്റേതായ ഒരു ലക്ഷ്യങ്ങളുണ്ട്. എനിക്ക് വീട് പണിയണം. എനിക്ക് ഈ പറഞ്ഞ പോലെ അമ്മേനെ അനിയനെ എനിക്ക് സന്തോഷമായിട്ട് നിർത്തണം. എനിക്ക് അതിലും മേലെ എനിക്കൊരു ചിന്തയില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയാണ്. അപ്പോൾ ആരാണ് എൻ്റെ അടുത്ത് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ ആരാണ് എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അവൾ വന്നിട്ട് പറഞ്ഞു, ചേട്ടായി അങ്ങനെ ആരും ഇല്ല ചേട്ടായി, എനിക്ക് ചേട്ടായിനെ ഇഷ്ടമാണ്. അവൾ ഒറ്റ അടിക്ക് പറയാണ്, എനിക്ക് ചേട്ടായിനെ ഇഷ്ടമാണ്. ഞാൻ 6-8 മാസമായിട്ട് ചേട്ടായിനെ വാച്ച് ചെയ്യാണ്. ചേട്ടായിയുടെ പഠിപ്പ് ഈ പറഞ്ഞ പോലെ 8ാം ക്ലാസ്സുള്ളൂ പറയും. പപ്പ ഇതേപോലെ കുടിയാണെന്നറിയാം. എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. നിങ്ങൾ വാടക വീട്ടിലാണ് താമസിക്കുന്നതെന്നറിയാം. നിങ്ങളുടെ എല്ലാ കാര്യവും ഞാൻ ഈ 6-8 മാസം കൊണ്ട് ഞാൻ അറിയുന്നുണ്ട്. എന്നിട്ട് അവൾ പറയുകയാണ്, ഞാനിപ്പോൾ +2 പഠിക്കുന്നത്. ഞാനിപ്പോൾ നഴ്സിങ്ങിന് BSc നഴ്സിങ്ങിന് ചേരാൻ പോവാണ്. ഈ 4 വർഷവും കഴിഞ്ഞിട്ട് എനിക്കും ചേട്ടായിയോട് ഇതേ ഇഷ്ടമുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ നമ്മുടെ കാര്യം വീട്ടിൽ പറയും എന്ന് പറഞ്ഞിട്ട് എന്നോട് ഇങ്ങനെ പറയുകയാണ്. ഞാനപ്പോൾ എൻ്റെ പിന്നിൽ ചെറുക്കനിരിക്കുന്നുണ്ട്. ഞാനിങ്ങനെ വണ്ടിയിൽ എൻ്റെ കൂട്ടുകാരെ, നമ്മൾ പറയില്ലേ ഐസായതുപോലെ മേലൊക്കെ ഇങ്ങനെ വിറയ്ക്കുകയാണോ, കയ്യും കാലും വിറയ്ക്കുകയാണോ, നമ്മുടെ മുഖത്തടി കിട്ടിയതുപോലത്തെ ഒരു അവസ്ഥ. ഇത് പറയുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ ഒറ്റ ശ്വാസത്തിൽ ഇങ്ങനെ പറഞ്ഞു വന്നു കഴിഞ്ഞിട്ട് എന്നോട്, ചേട്ടായിക്ക് എന്താ തോന്നുന്നത്? ഞാൻ പറഞ്ഞു, എനിക്കൊന്നും തോന്നുന്നില്ല, ഞാൻ പോകാമെന്ന് പറഞ്ഞിട്ട് ഞാൻ വണ്ടി എടുത്ത് പോന്നിട്ട് ഞാൻ പുറത്തേക്ക് മറ്റേ ജോലിക്ക് അക്യുപഞ്ചറിൻ്റെ മണ്ണാർക്കാട് ഇതിൽ ബ്രാഞ്ചിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങിയതാണ്. നമ്മുടെ വെള്ളിമുങ്ങയിൽ നമ്മുടെ ബിജു മേനോൻ ഇറങ്ങുന്നില്ലേ, അതായത് ഇന്ന് എവിടെയോ പോകാനുണ്ടായിരുന്നു. ആ ഒരു അവസ്ഥയിൽ അങ്ങനെയാണ് എൻ്റെ ചില ദിവസം കാലത്ത് എങ്ങോട്ടും പോകാനുണ്ടാവില്ല. എന്നാലും ഞാൻ ഈ പറഞ്ഞ പോലെ ഇൻസൈഡൊക്കെ ചെയ്ത് ഞാൻ ഇറങ്ങും. കാരണം എവിടെയെങ്കിലുമൊക്കെ പോകാനുണ്ടാവും. എന്നിട്ട് ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്ത് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഈ പെണ്ണിൻ്റെ ഈ ഡയലോഗ് കേട്ടൊഴിക്കും ഞാൻ നേരെ കനാലിൻ്റെ മുകളിൽ കൂടെ പോയിട്ട് മറ്റേ താഴത്തേടെ റോട്ടിയുടെ കയറി ഞാൻ വീട്ടിൽ പോയിട്ട് എനിക്ക് അടി കിട്ടിയതുപോലെ ഉണ്ട്. ഷോക്കാണ്. ഞാൻ ചെന്നപ്പോൾ മമ്മിയുണ്ട്, ജെയ്സൺ ചേട്ടൻ്റെ ചേച്ചി അവിടെ ഉണ്ട്. എന്നിട്ട് ഞാൻ അവിടെ ചെന്നിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാൻ മമ്മിയുടെ അടുത്ത്, മമ്മി എന്നൊരു സംഭവം ഉണ്ടായി മമ്മി. കാരണം എൻ്റെ ലൈഫിൽ ഞാൻ എന്ത് കാര്യം ഉണ്ടെങ്കിലും വന്ന് പറയുന്ന മമ്മിയുടെ അടുത്താണ്. മമ്മി ഒരു സംഭവം ഉണ്ടായി മമ്മി. എന്നാടാ നീ പറയണ മമ്മി? അപ്പം ഞാൻ ആ വീടും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. ആ വീട്ടിലെ പെങ്കൊച്ചാന്ന് കൊണ്ട് മമ്മി, ആ പെങ്കൊച്ച് ഞാൻ ബൈക്കിൽ പോകുന്ന സമയത്ത് എന്നെ വഴിയിൽ തടഞ്ഞു നിർത്തിയിട്ട് എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞു മമ്മി. എന്നിട്ട് നീ എന്താ പറഞ്ഞേ? നിനക്ക് എന്തെങ്കിലും ചൂടായിട്ട് പറയാറുന്നില്ലേ? ഞാൻ പറഞ്ഞു, മമ്മി എനിക്ക് പറയാൻ പോയിട്ട് എനിക്കിത് ഇപ്പോൾ പോലും എൻ്റെ കൈയൊക്കെ തൊട്ട് ഐസ് പോലെ ഇരിക്കണേ എന്ന് പറഞ്ഞു. അങ്ങനെ ഇത് പറഞ്ഞു പിടിച്ചു വന്നപ്പോൾ എന്തോ ഞങ്ങളുടെ ചെറിയൊരു റിലേറ്റീവൊക്കെയാണ് എൻ്റെ കൂട്ടുകാരെ. കാരണം ആ പെണ്ണിനത് അറിയില്ല. മമ്മിയുടെ ബന്ധത്തിൽ അങ്ങനെ എന്താണൊക്കെ മംഗലം സൈഡിൽ ഇവരങ്ങനെ എന്തോ റിലേറ്റീവാണ്. എൻ്റെ കൂട്ടുകാരെ, ഇത് ഞാനിങ്ങനെ പറഞ്ഞു. അപ്പം എൻ്റെ ഈ വണ്ടിയുടെ ബാക്കിലിരുന്നവൻ ഇത് കേട്ടുമല്ലോ. ഇവൻ അവൻ്റെ റേഞ്ചുള്ള പിള്ളേരൊക്കെ എടുത്ത് പോയിട്ട് പറഞ്ഞതാണെന്ന് എനിക്കറിയാം. ഞാൻ മമ്മിയുടെ അടുത്ത് പറഞ്ഞു. പിറ്റേ ദിവസം 2 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ വണ്ടി സർവീസിങ്ങിന് കൊടുത്തപ്പോൾ ഞാൻ എന്തോ കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ CJ ബസ്, അന്ന് മാരാക്കിയൊക്കെ ഓടുന്ന ബസ് അതാണ്. 8:45 ഈ സ്കൂൾ പിള്ളേരൊക്കെ പോകുന്ന സമയമാണ്. അപ്പോൾ അന്നേരം ഞാൻ പട്ടിക്കാട് വരെ എന്തോ പോകാൻ വേണ്ടിയിട്ട് ഈ CJ ബസ്സിൽ കയറിയതാണ്. CJ ബസ്സിൽ കയറിയപ്പോൾ ആ ബസ്സിൽ മൊത്തം പാട്ടാണ്. അതായത് പെൺപിള്ളേർ തൊട്ട് ഇങ്ങോട്ട്. നീ വല്ലതും അറിഞ്ഞോ? നമ്മുടെ മാരാക്കിയിൽ ഒരു ചേട്ടൻ ബൈക്കിൽ പോകുന്ന സമയത്ത് ആ ചേട്ടനെ തടഞ്ഞു നിർത്തിയിട്ട് ആ ചേച്ചി ഇഷ്ടമാന്ന് പറഞ്ഞോന്നേ. പിള്ളേരെന്തോ ഭയങ്കര ആകാംക്ഷ പോലെ, ആരാടാ ചേട്ടൻ, ആരാ അങ്ങനെ പറഞ്ഞത്, ഇത്രയും ചങ്കൂറ്റുള്ള പെണ്ണേതാ എന്നൊക്കെ പറഞ്ഞിട്ട് വണ്ടിയിൽ നിന്നിട്ട് പറയാണ്. അപ്പോൾ എന്നിട്ട് ഇവർ ഹിൻ്റ് കൊടുക്കുകയാണ്. അത് ആ ചേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറോൻ്റെ ഗ്ലാമർ ബൈക്കുണ്ട്, റെഡ് ബൈക്ക്, ഇപ്പോൾ പുതിയത് മേടിച്ചതാണെന്നൊക്കെ പറഞ്ഞിട്ട് പറയും. അപ്പോൾ ഏകദേശം ഞാനിത് കേട്ട വഴിക്ക് ഞാൻ കണ്ണാറ വരെ പോകാനിരുന്നത് ഞാൻ ആ മുണ്ടക്കത്താഴെ തന്നെ ഇറങ്ങി. എൻ്റെ കൂട്ടുകാരെ, ഇതാണ് എൻ്റെ ആദ്യത്തെ പ്രണയം. എൻ്റെ കഥകൾ വരുന്നതായിരിക്കും കൂട്ടുകാരെ. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, കൂടെ കൂട്ടുക. നന്ദി, നമസ്കാരം.